പാരമ്പര്യ സഭകൾ ചരിത്രത്തിലെ യഥാർത്ഥ മറിയത്തെ അംഗീകരിക്കുന്നില്ല. അവരുടെ മറിയം അവരുടെ ഒരു ഭാവനാ സൃഷ്ടിയാണ്. മറിയം നിത്യകന്യകയാണെന്ന് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭകളും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിളിലെ മറിയം നിത്യകന്യകയല്ല. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും അടിസ്ഥാനം ബൈബിളാണ്. മറിയം നിത്യകന്യകയാണ് എന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമോ സൂചനയോ ബൈബിളിൽ നാം കാണുന്നില്ല. നേരെ മറിച്ച് മറിയം നിത്യകന്യകയല്ലെന്നും മറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നു എന്നും തെളിയിക്കുന്ന അനേകം പ്രസ്താവനകൾ ബൈബിളിലുണ്ട്. യഥാർത്ഥ മറിയം ജോസഫിൻ്റെ ഭാര്യയാണ്. യേശു ജനിക്കുന്നതുവരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഇതെല്ലാം. യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫും മേരിയും ഒരു സ്വാഭാവിക കുടുംബജീവിതം നയിച്ചു എന്നത് ബൈബിളിൽ പല വചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ്. ജോസഫും മറിയവും വിവാഹനിശ്ചയം നടത്തിയിരുന്നു എന്ന് ബൈബിളിൽ കാണുന്നു. യോസഫിനെയും മറിയത്തെയും സംബന്ധിച്ച് ബൈബിളിൽ കാണുന്ന എല്ലാ വിവരങ്ങളും സൂചിപ്പിക്കുന്നത് അവർ ഒരു സാധാരണ കുടുംബ ജീവിതം നയിച്ചു എന്നാണ്. ജോസഫും മറിയവും ആഗ്രഹിച്ച അവരുടെ സാധാരണ കുടുംബ ജീവിതത്തിന് ദൈവം എന്തെങ്കിലും തടസ്സം വരുത്തി എന്ന് വിചാരിക്കുന്നത് സത്യവിരുദ്ധവും ദൈവദൂഷണവുമാണ്. അങ്ങനെ യേശുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ഇവിടെ യേശു മറിയത്തിൻ്റെ ഏകജാതനെന്നല്ല, മറിച്ച് ആദ്യജാതനെന്നാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയത്തിന് മറ്റു മക്കൾ ജനിച്ചിട്ടുണ്ട് എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അപ്പോൾ സഹോദരന്മാരും സഹോദരിമാരും യേശുവിനുണ്ടായിരുന്നു. ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഇതൊക്കെയാണ് നാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലയോ? യേശുവിൻ്റെ സഹോദരന്മാരും മറിയത്തോടൊപ്പം യേശുവിനെ അന്വേഷിച്ചു വന്നതായി ബൈബിളിൽ കാണുന്നു. ഈ സഹോദരർ മറിയത്തിൻ്റെ അല്ല, മറിച്ച് മറ്റേതെങ്കിലും സ്ത്രീയുടെ മക്കളായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ സഹോദരർ എന്ന നിലയിൽ മറിയത്തോടൊപ്പം യേശുവിനെ അന്വേഷിച്ചു വരികയില്ലായിരുന്നു. അതിനാൽ അവർ മറിയത്തിൻ്റെ മക്കളായിരുന്നു എന്ന് അനുമാനിക്കാം. ജോസഫിൻ്റെയും മേരിയുടെയും മക്കളും യേശുവിൻ്റെ സഹോദരന്മാരുമായ യാക്കോബും യൂദാസും പുതിയ നിയമത്തിൽ ഓരോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ പറ്റി പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നത് ശ്രദ്ധിക്കൂ. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. അതാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പൗലോസ്ലീഹ എഴുതുകയാണ്. അപ്പോൾ അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം, അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അതാണ് സങ്കീർത്തന പുസ്തകത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 69-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ അപരിചിതനും
എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. ഈ വാക്യമെന്തിയെ കത്തോലിക്ക സഹോദരങ്ങൾ കാണാത്തത്? എൻ്റെ അമ്മയുടെ മക്കൾക്ക്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മക്കളെ പറ്റി ഇവിടെ പറയുന്നു. സങ്കീർത്തനം 69 അവിടെ പറയുന്നു, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ യേശുവിൽ നിറവേറിയതായി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം തെളിയിക്കുന്നുണ്ട്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് തെളിയുന്നുണ്ട്. യേശുവിൻ്റെ മരണസമയത്ത് കുരിശിൻ്റെ സമീപത്തുണ്ടായിരുന്ന ചിലരെ ബൈബിളിൽ പേരെടുത്ത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ലും, മർക്കോസിൻ്റെ സുവിശേഷം 15-ലും, യോഹന്നാൻ്റെ സുവിശേഷം 19-ലും ഈ ബൈബിൾ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം പരിശോധിച്ചാൽ യേശുവിൻ്റെ അമ്മയായ മറിയം യാക്കോബിൻ്റെയും യോസഫിൻ്റെയും കൂടി അമ്മയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതായി അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഈ ബൈബിൾ ഭാഗങ്ങളെല്ലാം തെളിയിക്കുന്നത് യോസഫിനും മറിയത്തിനും 4 ആൺമക്കളും കുറഞ്ഞത് 2 പെൺമക്കളും ഉണ്ടായിരുന്നു എന്നാണ്. ക്രിസ്ത്യാനികൾ മറിയത്തെ നിത്യകന്യകയായി ഉണങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ യേശുവിൻ്റെ ബന്ധുക്കളെ പ്രത്യേക വിശേഷണങ്ങളൊന്നും കൂടാതെ സഹോദരന്മാരെന്നും സഹോദരിമാരെന്നും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ സൂചിപ്പിക്കുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും ആശയക്കുഴപ്പത്തിലാക്കുകയില്ല. സഹോദരർ എന്ന വാക്ക് ബന്ധുക്കളെ ഉദ്ദേശിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വാദം ശരിയല്ല എന്ന് മേൽപ്പറഞ്ഞ വാക്യങ്ങൾ അവയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അതായത് അഡൽഫോസ് സഹോദരൻ, അഡൽഫായി സഹോദരി എന്നീ ഗ്രീക്ക് വാക്കുകൾ ബന്ധു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വാദിക്കുന്നത് ശരിയല്ല. കാരണം പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ ബന്ധു എന്ന് അർത്ഥമാക്കുവാൻ അനപ്സിയോസ് എന്ന വാക്കുണ്ട്. ഈ അർത്ഥത്തിൽ ഈ വാക്ക് കൊളോസ്യർ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ സഹോദര സഹോദരി ബന്ധങ്ങളെക്കാൾ അകന്ന ബന്ധങ്ങൾക്കും ഗ്രീക്ക് വാക്കുകളായ അഡൽഫോസ് സഹോദരൻ, അഡൽഫേ സഹോദരി എന്നിവ ഉപയോഗിക്കാമെങ്കിലും അത്തരം അകന്ന ബന്ധങ്ങൾക്ക് അനപ്സിയോസ്, സുൻജനീസ് എന്നീ ഗ്രീക്ക് വാക്കുകളാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുകയില്ല. മറിയം കന്യകയായിരുന്നു, എന്നാൽ നിത്യകന്യകയല്ല. മറിയം പരിശുദ്ധാത്മാവിനാലാണ് യേശുവിനെ ഗർഭം ധരിച്ചത് എന്നും യേശുവിൻ്റെ ജനനം വരെ മറിയം കന്യകയായിരുന്നു എന്നും ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ ദൈവത്വത്തെയും മറിയത്തിൻ്റെ നിർമ്മലതയെയും തെളിയിക്കുവാൻ മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ബൈബിളിലെ യഥാർത്ഥ മറിയത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ മറിയത്തെ ആരാധിച്ച് മറിയത്തെയും ദൈവത്തെയും അപമാനിക്കുന്നില്ല, അപമാനിക്കരുത്. അതാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഒരിക്കലും യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ആക്ഷേപിക്കുകയില്ല, എതിർക്കുകയുമില്ല. ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ മറിയത്തിന് ഏറ്റവും കൃത്യമായ ആദരവ് കൊടുക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. യേശുവിൻ്റെ അമ്മയുടെ വ്യക്തിത്വത്തെ വചനം വരച്ചു കാണിക്കുന്ന നിലവാരത്തിൽ നിർത്തുന്നു. അതിനപ്പുറത്തേക്ക് അതിർകടന്നു പോകില്ല. യേശുവിൻ്റെ കന്യകാജനനം വിശ്വാസ സത്യമായിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ മറിയത്തിൻ്റെ കന്യകത്വമോ നിത്യകന്യകത്വമോ ഉപദേശ വിഷയമായി പഠിപ്പിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. മറിയത്തോട് പ്രാർത്ഥിച്ചില്ല, മറിയത്തെ വണങ്ങിയില്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ സ്വഭാവവും മാതൃകയും നമുക്ക് ഉത്തമ മാതൃകയാണ്. മറിയത്തിൻ്റെ വ്യക്തിത്വവും മറിയത്തിന് വിശ്വാസികളുടെ സമൂഹത്തോടുണ്ടായിരുന്ന വിധേയത്വവും അനുകരണീയമാണ്.
നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ ഇത്തരം നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിനായിരിക്കണം, അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ ആയിരിക്കരുത്. ബൈബിളിലെ യഥാർത്ഥ മറിയം സ്തുതികൾ സ്വീകരിക്കുകയോ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. കർത്താവിൻ്റെ ദാസിയാകാനുള്ള വിളിയും ദൗത്യവുമായിരുന്നു മറിയത്തിന് ലഭിച്ചത്. അതിൽ മറിയം സംതൃപ്തയായിരുന്നു. കർത്താവിൻ്റെ ദാസി എന്നതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനവും മറിയം ആഗ്രഹിച്ചിട്ടില്ല. അതിനാൽ അത്തരം സ്ഥാനങ്ങൾ മറിയത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് സത്യസന്ധതയും മാന്യതയും. ഈ യഥാർത്ഥ മറിയത്തെ തിരിച്ചറിയുകയും അനുകരിക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കള്ള മറിയങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തെറ്റുകളെ അംഗീകരിക്കാനും തിരുത്താനും സത്യസന്ധതയുണ്ടെങ്കിലേ നമുക്ക് കഴിയൂ. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും മറിയ പ്രത്യക്ഷങ്ങളുടെയും വേർതിരിച്ചുള്ള സ്വഭാവ വിശകലനം നടത്തേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം നമുക്ക് മാതൃകയാണ്. യേശുവിൻ്റെ അമ്മയായ ചരിത്രത്തിലെ യഥാർത്ഥ മറിയത്തെ അനുകരിക്കുക, പുകഴ്ത്തരുത്, വന്ദിക്കരുത്. അനുകരിക്കണം, ആരാധിക്കരുത്. അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മറവിൽ വചനവിരുദ്ധമായ ആത്മീയ ആൾമാറാട്ടങ്ങൾ നടക്കുന്നു. അത്തരം ആൾമാറാട്ടങ്ങൾ നടത്തി ജനത്തെ ആത്മീയ അന്ധതയിൽ നിർത്തുന്ന അനാചാരങ്ങളെയാണ് വാസ്തവത്തിൽ പെന്തക്കോസ്തുകാരെ കാലത്തും എതിർത്തിട്ടുള്ളത്. പെന്തക്കോസ്തുകാർ ഒരിക്കലും അനാത്മീയമായ രീതിയിൽ ഏതെങ്കിലും വ്യക്തികളെയോ കൂട്ടത്തെയോ താറടിച്ചു കാണിച്ച് അപലപിക്കുന്നതിനോട് യോജിക്കുന്നില്ല. നേരെ മറിച്ച് തെറ്റായ പ്രവണതകളെ മാത്രമാണ് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻസ് എതിർക്കുന്നത്. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ നിഴലിൽ മറിയമല്ലാത്ത മറിയങ്ങൾ നുഴഞ്ഞു കയറിയാൽ, മറിയത്തെ വെറും കച്ചവടച്ചരക്കാക്കി അപമാനിച്ചാൽ, മറിയത്തിൻ്റെ പേരിൽ വിഗ്രഹാരാധന നടത്തിയാൽ, അത്തരം തെറ്റുകളെയാണ് നാം എതിർക്കേണ്ടത്. ഇത്തരം വചനവിരുദ്ധമായ പ്രവണതകളെയാണ് പെന്തക്കോസ്തുകാർ എക്കാലത്തും എതിർക്കുന്നത്. അല്ലാതെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അല്ല. അത്തരം തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും തിരുത്തണം. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ, ജോസഫിൻ്റെ ഭർത്താവായ അനേക വർഷങ്ങൾ ജീവിച്ച മറിയത്തെ നിത്യകന്യകയായി കണക്കാക്കുന്നത് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധമാണ്. സത്യസന്ധതയുള്ള ഒരാൾക്കും ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല. മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നു എന്നതിന് പഴയ നിയമ പ്രവചനത്തിലും പുതിയ നിയമത്തിലും തെളിവുകളുള്ളതാണ്. നാം അത് പരിശോധിച്ചതാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ സ്വകാര്യ സ്വത്താണ് എന്ന് ആരും കരുതരുത്. ബൈബിൾ സത്യങ്ങളും വസ്തുതകളും മനുഷ്യവർഗത്തിൻ്റെ പൊതു സ്വത്താണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റിയുള്ള വചന സത്യവും ചരിത്ര സത്യവും ഒരു തരത്തിലും വളച്ചൊടിക്കുവാൻ ആരെയും നാം അനുവദിക്കരുത്. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ ചരിത്ര ഗ്രന്ഥം ബൈബിളാണ്. ബൈബിളിലില്ലാത്ത വ്യക്തിത്വ വിശേഷതകൾ കൊടുത്ത് പാരമ്പര്യങ്ങളെ നിർമ്മിച്ച് ദൈവവചന വിരുദ്ധമായി മറ്റൊരു മറിയത്തെ ഉണ്ടാക്കിയാൽ അത് എക്കാലത്തും എതിർക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്. ബൈബിളിലെ ദൈവവചന സത്യത്തെ കൂട്ടിക്കളയുവാൻ ഒരു മനുഷ്യനും ഒരു പ്രസ്ഥാനത്തിനും ഒരു സഭയ്ക്കും അധികാരമില്ല എന്ന നഗ്ന സത്യം നാം മനസ്സിലാക്കണം. 2 കൊരിന്ത്യ ലേഖനം 11 അധ്യായത്തിൽ നാം കാണുന്നത്, എന്നാൽ സർപ്പം കൗശലത്താൽ ഹൗവായെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥവും സംശുദ്ധവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. മറ്റൊരാൾ വന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വേഗം അതിനെല്ലാം വഴങ്ങിക്കഴിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ ഏറ്റവും അധികം മനസ്സിലാക്കുവാൻ കഴിയുന്ന, ഏറ്റവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മയായിട്ടാണ് മറിയത്തെ കത്തോലിക്ക സഭ ചിത്രീകരിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് മറിയത്തെ എന്തിനു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാമെന്ന് മാത്രമല്ല, മറിയത്തിന് എപ്പോൾ വേണമെങ്കിലും യേശുവിനെ സമീപിക്കാമെന്നും, മറിയം യേശുവിനെ സമീപിച്ചാൽ യേശുവിന് മറിയം പറയുന്നത് അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നും, അതുകൊണ്ട് എന്ത് ഉദ്ദിഷ്ടകാര്യം സാധിക്കണമെങ്കിലും മറിയത്തോട് പറയുന്നതാണ് ഏറ്റവും എളുപ്പം എന്നുമൊക്കെയാണ് ഇന്ന് കത്തോലിക്കാ സഭയിലുള്ള പലരുടെയും മുടന്തൻ വാദങ്ങൾ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ യേശുവിന് ബദലായി, പകരമായി, പ്രതിയോഗിയായി ഈ ചരിത്രത്തിലില്ലാത്ത ഒരു മറിയം സഭകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന് ബദലായി വളരുന്ന ഈ പുതിയ മറിയത്തെ വളർത്തുന്നത് ക്രിസ്തു വിരുദ്ധമായ ആത്മീയ ശക്തികളാണ്. അവസാന കാലങ്ങളിൽ കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുമെന്ന വചനം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബൈബിളിലെ ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം ജനശ്രദ്ധ തന്നിൽ നിന്ന് യേശുവിലേക്ക് തിരിച്ചുവിട്ട അനുകരണീയയും അനുഗ്രഹീതയുമായ ഒരു സ്ത്രീയാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് അനുഗ്രഹീത എന്ന നിലയിലും വിശ്വാസികൾക്ക് ഒരു ഉത്തമ മാതൃക എന്ന നിലയിലും അർഹിക്കുന്ന ആദരവ് കൊടുക്കണം. എന്നാൽ ആ ആദരവ് ആരാധനയായി മാറുവാൻ പാടില്ല. എന്നാൽ യേശു മാത്രം അർഹിക്കുന്ന ജനങ്ങളുടെ ഭക്തി തന്നിലേക്ക് തന്നെ തിരിച്ചുവിട്ട, യേശുവിനെ ജനഹൃദയങ്ങളിൽ ചെറുതാക്കുവാൻ ശ്രമിക്കുന്ന ആധുനിക മറിയങ്ങൾക്ക് ബൈബിളിലെ യഥാർത്ഥ ചരിത്ര മറിയവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ തമ്മിൽ പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. സാത്താൻ പ്രഭാപൂർണനായ ദൂതൻ്റെ പോലും വേഷം കെട്ടി ജനങ്ങളെ വഞ്ചിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ട് നാം വളരെ ജാഗ്രതയോടെ ഇരിക്കണം. യേശുവിൻ്റെ തനതായ പ്രത്യേകതകളൊക്കെ ഈ മറിയത്തിനുമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള സംഘടിതമായ ഒരു ശ്രമം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഫലമായി യേശുവിന് മാത്രമുള്ള സവിശേഷതകൾ ഈ മറിയത്തിനുമുള്ളതായി ജനങ്ങൾ ദൈവദൂഷണപരമായി വിശ്വസിക്കുന്നു. മറിയത്തെ യേശുവിനോടൊപ്പം എല്ലാ കാര്യത്തിലും തുല്യയാക്കണമെന്ന ദൈവദൂഷണപരമായ ദുരുദ്ദേശത്തോടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനങ്ങളെല്ലാം ദൈവവചന വിരുദ്ധമാണ്. ഉദാഹരണമായി, യേശു ജന്മപാപമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് ജനിച്ചു എന്നും, യേശു നമ്മുടെ രക്ഷകനാണ് എന്നും, യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് സ്വർഗത്തിൽ രാജാവായിരിക്കുന്നുവെന്നും, നമ്മുടെ ഏക മധ്യസ്ഥനും പ്രതീക്ഷയുമെല്ലാം യേശു മാത്രമാണ് എന്നുള്ളതെല്ലാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സത്യങ്ങളാണ്. എന്നാൽ യേശുവിന് മാത്രമുള്ള ഇത്തരം സവിശേഷതകൾ മറിയത്തിന് കൊടുക്കാനും, അങ്ങനെ യേശുവിന് ബദലായി മറ്റൊരാളെ കൂടെ സംവിധാനം ചെയ്ത് യേശുവിൻ്റെ മഹത്വത്തെ ചോർത്താനും ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. അവരുടെ പരിശ്രമ ഫലമായി മറിയം അമലോത്ഭവയാണെന്നും പാപമില്ലാത്തവളാണെന്നും സഹരക്ഷകയാണെന്നും സ്വർഗാരോപണം ചെയ്തെന്നും സ്വർഗത്തിൽ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു എന്നും മറിയമാണ് സ്വർഗത്തിൻ്റെ വാതിലും നമ്മുടെ മധ്യസ്ഥയും എന്നുമൊക്കെ അനേകം ആളുകൾ തെറ്റായി വിശ്വസിക്കുന്നു. അവരെ തെറ്റായി അത് പഠിപ്പിക്കുന്നു. അത്തരം തെറ്റായ ദൈവശാസ്ത്രങ്ങൾ എൻ്റെ പിന്നിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുവാൻ അധികാരികൾ അവരെ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പോൾ ബൈബിളിൽ യേശുവിന് മാത്രമായി എടുത്തു പറഞ്ഞിട്ടുള്ള പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും പദവികളും റോമൻ കത്തോലിക്കാ സഭ ഈ മറിയത്തിന് കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ ഈ റോമൻ കത്തോലിക്കാ മറിയം അഭിഭാഷകയും സഹായിയും ഉപകാരിയും മധ്യസ്ഥയുമൊക്കെയായി അറിയപ്പെടുന്നു. റോമൻ കത്തോലിക്കാ മതം ഈ മറിയത്തിന് അമലോത്ഭവ, ദൈവമാതാവ്, നിത്യകന്യക, സഹരക്ഷക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, സ്വർഗാരോഹിത, സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ പദവികൾ കൊടുത്തുകൊണ്ടുള്ള പ്രബോധനങ്ങൾ വഴിയായി യേശുവിനുള്ള മഹത്വം ചോർത്തിക്കളയുന്നു. റോമൻ കത്തോലിക്കാ മതക്കാർ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനം മറിയത്തിന് കൊടുക്കുന്നത് ഇതിനുള്ള വലിയ തെളിവാണ്. ഇത് വളരെ കുടിലമായ ഒരുതരം വിഗ്രഹാരാധനയുടെ സാക്ഷാത്കാരമാണ്.
ഈ കത്തോലിക്ക മറിയത്തിൻ്റെ മഹത്വത്തിനായി കത്തോലിക്ക സഭ അനേകം പ്രതിമകളും പുണ്യസങ്കേതങ്ങളും പള്ളികളും കത്തീഡ്രലുകളും ബസിലിക്കകളും പണികഴിക്കുകയും അവളോട് പ്രാർത്ഥിക്കുവാനും അവൾക്ക് സ്തുതി ചെയ്യുവാനും ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. റോമൻ കത്തോലിക്ക സഭ ഈ മറിയത്തിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ ബൈബിൾ യേശുവിന് കൊടുക്കുന്ന വിശേഷണങ്ങളോട് സമാന്തരമാണ്. ഉദാഹരണമായി, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം, ഉഷകാല നക്ഷത്രം, സ്വർഗത്തിൻ്റെ വാതിൽ, പാപികളുടെ സങ്കേതം, നിത്യസഹായ കേന്ദ്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഏക വ്യക്തിയായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിന് പകരം, യേശുക്രിസ്തുവിലേക്ക് നേരിട്ട് സമീപിക്കുന്നതിന് പകരം മറ്റു പലരെയും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മാവ്, മറിയമെന്ന പേരിൽ വരുന്ന ഈ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വളരെ വ്യക്തമാണ്. ദൈവത്തെ പോലും തന്ത്രപരമായി ഒഴിവാക്കുന്ന ദൈവമാതാവ് എന്ന സങ്കല്പത്തിലെ വൈരുദ്ധ്യങ്ങളും ആൾമാറാട്ടവും അപകടവും നാം തിരിച്ചറിയണം. റോമൻ കത്തോലിക്ക മതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തി ഒരു സ്ത്രീയാണ്. അവൾ ദൈവത്തെ പോലും മൂടി മറച്ചു കളയുന്നു, ദൈവത്തിന് പോലും ബദലായി വളരുന്നു. ഈ പുതിയ മറിയത്തിന് യേശുവിനും ദൈവത്തിനും കൂടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയും ബഹുമാനവും കിട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുതിയ മറിയമാണ് റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ഹൃദയം. എല്ലായിടത്തു നിന്നും ഈ മറിയത്തിന് ലഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെങ്കിൽ മറിയം ദൈവത്തെ പോലെ തന്നെ ആയിരിക്കണം. അങ്ങനെ ഈ മറിയത്തിന് സർവശക്തിയുടെ പരിവേഷവും തന്നിൽ ആശ്രയിക്കുന്നവരെ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന ഒരു അഭിപ്രായവും കെട്ടിച്ചമച്ചിരിക്കുകയാണ്. എത്രയും ദയുള്ള മാതാവേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയുടെ ഉള്ളടക്കം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. കത്തോലിക്ക സഭയുടെ പ്രായോഗിക ആത്മീയ ജീവിതത്തിൽ മറിയത്തെ പിതാവായ ദൈവത്തോട് സാമ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ദൈവം നമ്മുടെ പിതാവാണ്, മറിയം നമ്മുടെ അമ്മയാണ്. യേശു ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. അതുപോലെ തന്നെ യേശു മറിയത്തിൻ്റെ ഏകപുത്രനായി ചിത്രീകരിക്കുന്നു. ദൈവം സർവശക്തൻ, മറിയവും സർവശക്ത. ദൈവം സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടം, മറിയം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. ദൈവം കരുണയുടെ പിതാവാകുന്നു, മറിയം കരുണയുടെ മാതാവാകുന്നു. മറിയത്തിൻ്റെ പ്രതിമകൾക്ക് മുമ്പിൽ മുട്ടുകുത്തുക, അവയുടെ പാദങ്ങളിൽ മുത്തുക, അവയെ സ്തുതിക്കുകയും അവയുടെ മുമ്പിൽ പരാതികൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നിവ വഴിയായി സൃഷ്ടാവായ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ഭക്തി ഈ പുതിയ മറിയത്തിന് പ്രതിമകൾക്ക്, മനുഷ്യൻ്റെ കരവേലകൾക്ക് നൽകുന്നു. അങ്ങനെ ജനങ്ങൾ വിഗ്രഹാരാധികളായി തീരുന്നു. ദൈവം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതൊന്നും ഇവർ കേൾക്കുന്നില്ല. അതിനാൽ ഇതെല്ലാം പരിഷ്കൃതവും പരിശുദ്ധവും എന്ന് തോന്നത്തക്ക രീതിയിൽ നടക്കുന്ന ഒരുതരം ദേവതാ പൂജയാണ്. മറിയത്തോടുള്ള വണക്കം മനാസ രാജാവിൻ്റെ അശേരാ ദേവിയോടുള്ള വണക്കത്തേക്കാൾ ഒട്ടും മെച്ചമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ വചനവിരുദ്ധമായ സ്ഥാനപ്പേരുകളിലൂടെ ദുരാത്മാക്കൾ മനുഷ്യരിലേക്ക്, അവരുടെ ജീവിതചര്യകളിലേക്ക് നുഴഞ്ഞു കയറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ദൈവവചനമായ ബൈബിൾ നൽകുന്ന സ്ഥാനപ്പേര് കർത്താവിൻ്റെ ദാസി എന്നാണ്. അല്ലാതെ ദൈവമാതാവ് എന്നോ പരിശുദ്ധ അമ്മ എന്നോ നിത്യകന്യക എന്നോ ഒന്നുമല്ല. ഇതെല്ലാം മനുഷ്യർ കൊടുത്ത പേരുകളാണ്, സ്ഥാനപ്പേരുകളാണ്, പദവികളാണ്. അത് പാടില്ലാത്തതാണ്. ദൈവവചനവിരുദ്ധമായ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിളിക്കുന്നതും എല്ലാം വാസ്തവത്തിൽ തിന്മയാണ്. ഓരോ വാക്കും, നാം പറയുന്ന ഓരോ വാക്കിനും നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ യേശുവിൻ്റെ തത്വം ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് എന്നാണ്. മാത്രമല്ല, ദൈവവചനപ്രകാരം നമ്മുടെ അമ്മ സ്വർഗീയ യെരൂശലേമാണ്. റോമൻ കത്തോലിക്ക മതക്കാർ മറിയത്തിന് ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനമഹിമ കൊടുക്കുന്നതായി കാറ്റക്കിസം 963-ലും 971-ലും നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ KCBCയുടെ മതബോധന കമ്മീഷൻ പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ 9-ാം സ്റ്റാൻഡേർഡിൽ
ക്രിസ്തുവിൻ്റെ സഭ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ മാത്രം അമ്മയല്ല, ആത്മാവും ശരീരവുമുള്ള ഒരു മനുഷ്യ വ്യക്തിയുടെ അമ്മയാണ്. ഇതുപോലെ ദൈവവും മനുഷ്യനുമായ ക്രിസ്തു എന്ന പൂർണ്ണ വ്യക്തിയുടെ അമ്മയാണ് മറിയം. അതിനാൽ മറിയത്തെ നാം ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നുള്ള റോമൻ കത്തോലിക്ക മതക്കാർ ഏറ്റവും അധികം ഉരുവിടുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കുക. അപ്പോൾ AD 431 എഫെസോസിൽ വെച്ച് നടന്ന സുനഹദോസിൽ റോമാ മതക്കാർ മറിയത്തെ ദൈവമാതാവാക്കുകയും അങ്ങനെ സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ്റെ സൃഷ്ടിയാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ദൈവത്തിന് അമ്മയുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അവരുടെ വാദം ഇപ്രകാരമാണ്: യേശു ദൈവമാണ്, മറിയം യേശുവിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് മറിയം ദൈവമാതാവാണ്. ഇത് തെറ്റായ ഒരു നിഗമനമാണ്. അപ്പോൾ ദൈവമാതാവ് എന്നത് വളരെ പൊള്ളയായ ഒരു അവകാശവാദമാണ്. ദൈവത്തിനു മീതെ തൻ്റെ സിംഹാസനം സ്ഥാപിക്കണം എന്നതായിരുന്നു സാത്താൻ്റെ ആദ്യ പദ്ധതി. അതിൽ പരാജയപ്പെട്ടുവെങ്കിലും സാത്താൻ അതേ പദ്ധതികളുമായി ഇന്നും മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ മഹത്വം മറ്റു പലർക്കും കൊടുക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ചോർത്തിയെടുക്കാനും സാത്താൻ ശ്രമിക്കുന്നു. മറിയത്തെ ദൈവമാതാവായി കരുതിയാൽ ആദാമിനെ ദൈവത്തിൻ്റെ വലിയ മുത്തച്ഛനായി കരുതേണ്ടി വരും. സ്വയം ദൈവത്തേക്കാൾ ഉയർത്താനുള്ള സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് നാം മനസ്സിലാക്കണം. എലിസബത്ത് മറിയത്തെപ്പറ്റി എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറിയം ദൈവമാതാവാണ് എന്ന് പറയുന്നത് വെറും പൊള്ളയായ അവകാശവാദമാണ്. ഇത് ഒരു കലാകാരൻ ഭൂമിയുടെ പടം വരച്ചിട്ട് താനാണ് ഭൂമിയുടെ സൃഷ്ടാവ് എന്നും ഭൂമി തൻ്റെ സ്വന്തമാണ് എന്നും പറയുന്നത് പോലെയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി താനില്ലെങ്കിൽ രാജ്യമില്ല എന്നും തൻ്റെ സ്ഥാനത്തിന് മറ്റാർക്കും യോഗ്യതയില്ല എന്നും വീമ്പടിക്കുന്നത് പോലെയാണ്. അയാൾ ജനിക്കുന്നതിന് മുമ്പേ രാജ്യമുണ്ടായിരുന്നു. അയാളില്ലെങ്കിൽ ആ സ്ഥാനത്തിന് മറ്റു പലരും അർഹരാകുമായിരുന്നു. അതൊക്കെയാണ് സത്യം. അപ്പോൾ യഥാർത്ഥ മറിയം കർത്താവിൻ്റെ ദാസിയാണ്. മറിയം യേശുവിൻ്റെ അമ്മയാണ്, എന്നാൽ ദൈവത്തിൻ്റെ അമ്മയല്ല. സൃഷ്ടാവായ ദൈവത്തിന് മാതാവില്ല എന്നതാണ് വാസ്തവം. യേശുവിൻ്റെ മനുഷ്യത്വത്തിന് പിതാവോ ദൈവത്വത്തിന് മാതാവോ ഇല്ല. ബൈബിൾ ഒരിടത്തും മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നില്ല. കാരണം ദൈവത്തിന് അമ്മയില്ല. അതുകൊണ്ട് ബൈബിൾ മറിയത്തെ യേശുവിൻ്റെ അമ്മ എന്ന് ശരിയായി തന്നെ വിളിക്കുന്നു. യേശു ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിന് ആരംഭവുമില്ല, അമ്മയുമില്ല. എന്നാൽ യേശുവിൻ്റെ മനുഷ്യ ജഡത്തിന് ആരംഭമുണ്ട്. യേശു മറിയത്തിൽ നിന്ന് മനുഷ്യ ജഡമെടുത്തു. എന്നാൽ അവിടുന്ന് എനിക്കായി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ? യേശുവിൻ്റെ മനുഷ്യ ശരീരം സജ്ജമാക്കി കൊടുത്തത് പിതാവായ ദൈവമായിരുന്നു. മറിയം സ്വയം ദാസിയെന്നും അനുഗ്രഹീത എന്നുമാണ് വിശേഷിപ്പിച്ചത്, ദൈവമാതാവ് എന്നല്ല. ദൈവം മനുഷ്യ ശരീരം സ്വീകരിക്കാൻ ഉപയോഗിച്ച ഒരു ഉപാധിയായിരുന്നു മറിയം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് മറിയം ഒരു ദാസിയെ പോലെ കീഴ്വഴങ്ങി. അല്ലാതെ താൻ ദൈവത്തിൻ്റെ അമ്മയാണെന്നോ അങ്ങനെ തനിക്ക് എല്ലാവരുടെയും മേൽ അധികാരവും സ്വാധീനവും ശക്തിയുമുണ്ട് എന്നോ ഒന്നും മറിയം വിചാരിച്ചിട്ടില്ല. മറിയം ദൈവത്തിൻ്റെ മാതാവല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാസിയാണ്. ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം ദൈവമോ ദൈവത്തിൻ്റെ അമ്മയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മറിയം തന്നെപ്പറ്റി തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസി എന്നാണ്, ഭാഗ്യവതി എന്നാണ്. മറിയം മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ഇതേപ്പറ്റി 1-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും ഒക്കെ വായിക്കുക. കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം കർത്താവിൻ്റെ ദാസിയാണ്, ദൈവമാതാവല്ല.
യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ദൈവവചനമായ ബൈബിൾ നൽകുന്ന സ്ഥാനപ്പേര് കർത്താവിൻ്റെ ദാസി എന്നാണ്. അല്ലാതെ ദൈവമാതാവ് എന്നോ പരിശുദ്ധ അമ്മ എന്നോ നിത്യകന്യകയെന്നോ ഒന്നുമല്ല. ഇതെല്ലാം മനുഷ്യൻ കൊടുത്ത ചില സ്ഥാനപ്പേരുകളാണ്. മറിയം യേശുവിൻ്റെ മാനുഷികതയുടെ അമ്മയാണെങ്കിലും ദൈവികതയുടെ അമ്മയല്ല. യേശുവിൻ്റെ മാനുഷികതയ്ക്ക് പിതാവില്ല, യേശുവിൻ്റെ ദൈവികതയ്ക്ക് മാതാവില്ല. അതിനാൽ ദൈവമാതാവ് എന്ന സങ്കല്പം തികച്ചും തെറ്റാണ്, വചനവിരുദ്ധമാണ്, അപകടമാണ്. ബൈബിളിലെ യഥാർത്ഥ മറിയം സ്തുതികൾ ആഗ്രഹിച്ച് സ്വീകരിക്കുകയോ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. കർത്താവിൻ്റെ ദാസിയാകാനുള്ള വിളിയും ദൗത്യവുമായിരുന്നു മറിയത്തിന് ലഭിച്ചത്. അതിൽ മറിയം സംതൃപ്തയായിരുന്നു. കർത്താവിൻ്റെ ദാസി എന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനമൊന്നും മറിയം ആഗ്രഹിച്ചിട്ടില്ല. അതിനാൽ അത്തരം സ്ഥാനങ്ങൾ മറിയത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് സത്യസന്ധതയും മാന്യതയും സുരക്ഷിതവും. അതുപോലെ തന്നെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ദൈവവചനപ്രകാരം കർത്താവിൻ്റെ ദാസറാണ് എന്നാണ് അറിയപ്പെടേണ്ടത്. അങ്ങനെയാണ് അവർ വിളിക്കപ്പെടേണ്ടത്. വചനവിരുദ്ധമായ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിളിക്കുന്നതും എല്ലാം തിന്മയാണ്. അത് സ്വയം ഉയർത്തുന്നതിനും അഹങ്കാരത്തിനും വഴിതെറ്റിപ്പോകലിനും സാത്താനിക സ്വാധീനം ജനജീവിതത്തിൽ വളരുന്നതിനും മാത്രമേ ഉപകരിക്കൂ. അനുസരണക്കേടാണ്, ദൈവത്തോട് എതിരായുള്ള ഒരു വിപ്ലവമാണ് അവിടെ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. അപ്പോൾ മറിയത്തെ നമുക്ക് അനുകരിക്കാം, പക്ഷേ വന്ദിച്ച് പുകഴ്ത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുവാൻ പാടില്ല. ക്രിസ്തീയ വിശ്വാസികൾ അനുകരിക്കണം എന്ന് പുതിയ നിയമം വ്യക്തമാക്കി തരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ യേശുവും പൗലോസും മാത്രമാണ്. യേശുവിനെയാണ് പ്രഥമമായും ക്രിസ്ത്യാനികൾ വിശ്വസിക്കേണ്ടതും അനുകരിക്കേണ്ടത്, മറിയത്തെ അല്ല. എന്നാൽ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയവും നമുക്ക് മാതൃകയാണ്. മറിയത്തിൻ്റെ വ്യക്തിത്വവും മറിയത്തിന് വിശ്വാസികളുടെ സമൂഹത്തോടുണ്ടായിരുന്ന വിധേയത്വവും അനുകരണീയമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് അനുകരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ദൈവത്തിന് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ മറിയം സ്വയം ഒരുക്കിക്കൊണ്ടിരുന്നു. മറിയം ദൈവഹിതത്തോട് വിധേയത്വമുള്ള ആളായിരുന്നു. മറിയം പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും ദൈവമഹത്വത്തിനായുള്ള അവസരമാക്കി തീർത്തു. മറിയം ദൈവഹിതത്തിന് സ്വയം പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു. നാമും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. മറിയത്തിന് ആഴമായ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിനാൽ മറിയം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രത്യാശയോടെ കാത്തിരുന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അവൾ ഭാഗ്യവതിയായി എന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് ദൂതൻ പറഞ്ഞപ്പോഴും മറിയം എളിമയോടെ സ്വയം ദാസിയായി അംഗീകരിക്കുകയും യേശുവിൻ്റെ കർത്തൃത്വം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ മറിയം ദൈവവചനം അനുസരിച്ചു, യേശുവിനെ സ്വീകരിക്കുകയും ലോകത്തിന് നൽകുകയും ചെയ്തു. യേശുവിനെ പ്രതി അപമാനവും കഷ്ടങ്ങളും സഹിച്ചു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒതുങ്ങി ജീവിച്ചു. മറിയം വളരെയധികം സേവന സന്നദ്ധതയുള്ള ആളായിരുന്നു. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ 3 മാസത്തോളം അവളോടുകൂടെ താമസിച്ചു. മറിയം യേശുവിന് വേണ്ടി അന്വേഷണം നടത്തി. വൈകിയാണെങ്കിലും യേശു കൂടെയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനായി അന്വേഷിച്ചു. യേശുവിലേക്ക് തിരിച്ചുപോയി പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പ്രതിസന്ധികളിൽ എല്ലാം സമചിത്തതയോടെ ക്ഷമിച്ചു, സഹിച്ചു. തൻ്റെ പുത്രനെ കൊന്നവർക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. ശിഷ്യരുമൊത്ത് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇങ്ങനെ വിശ്വാസികൾക്ക് മാതൃകയായ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ ചരിത്രത്തിലെ മറിയത്തെ അനുകരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പുകഴ്ത്താനും വന്ദിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവപ്രമാണമില്ല, സാധ്യതകളില്ല എന്ന് നാം മനസ്സിലാക്കണം. നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ ഇത്തരം നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിനായിരിക്കണം, അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ ആയിരിക്കരുത് ഒരിക്കലും. ദൈവമാതാവ് എന്ന വിശേഷണത്തിൻ്റെ അപകടങ്ങളും യുക്തി വൈരുദ്ധ്യങ്ങളും നാം മനസ്സിലാക്കണം. ദൈവമാതാവ് എന്ന വിശേഷണം വഞ്ചനാപരവും അസത്യവും മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ കഴിയുന്നതുമാണ്.
മറിയത്തെ ദൈവമാതാവ് എന്ന പേരിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് മറിയത്തെ യേശുവിനേക്കാൾ കൂടുതൽ പ്രായവും പക്വതയും കരുണയും സമീപിക്കാൻ എളുപ്പമുള്ളതുമായ ഒരു വ്യക്തിയായി കാണുവാനുള്ള പ്രവണത സ്വാഭാവികമായും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം യേശുവിനെ സമീപിക്കുന്നതിന് പകരം മറിയത്തെ സമീപിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരം എന്ന ഒരു തെറ്റായ നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദൈവമാതാവ് എന്ന പദവി മറിയത്തിന് കൊടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യനെ, കർത്താവിൻ്റെ ദാസിയായ മറിയത്തെ ദൈവത്തേക്കാൾ ഉയർത്തുകയും ദൈവത്തെ ജനങ്ങളുടെ മുമ്പിൽ വെറും രണ്ടാം തരക്കാരനായി മാറ്റുകയും ചെയ്യുന്നു. അമ്മ പറയുന്നതിനപ്പുറം മകൻ പോവില്ല എന്ന് വരുത്തുകയും അങ്ങനെ അമ്മയിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുകയാണ് ഇതിൻ്റെ എല്ലാം പരിണിതഫലം. അങ്ങനെ മറിയം ഇക്കാലത്ത് യേശുവിനേക്കാൾ കൂടുതൽ സ്തുതിക്കപ്പെടുന്നു. യേശുവിൻ്റെ പേരിലുള്ള പള്ളികളെക്കാളും സ്ഥാപനങ്ങളെക്കാളും എത്രയോ കൂടുതലാണ് മറിയത്തിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും പേരിലുള്ളത്. ആരാണ് യഥാർത്ഥത്തിൽ സ്തുതിക്കും മഹത്വത്തിനും യോഗ്യൻ? എന്നാൽ ആരൊക്കെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ സ്തുതിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ ദാസിയായ മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായി ചിത്രീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഏറ്റവും തന്ത്രപരമായി മനുഷ്യരെ വഞ്ചിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരം ന്യായീകരണങ്ങളിലൂടെയും ചിന്താരീതികളിലൂടെയും സൃഷ്ടാവായ ദൈവം മാത്രം അർഹിക്കുന്ന ഭക്തിയാദരവുകൾ ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് കൊടുക്കുന്നു. സൃഷ്ടാവായ ദൈവം മാത്രം അർഹിക്കുന്ന മനുഷ്യൻ്റെ ഭക്തിയാദരവുകൾ ദൈവമല്ലാത്ത മറ്റാർക്ക് കൊടുത്താലും അത് ലഭിക്കുന്നത് സാത്താനായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം മനുഷ്യൻ്റെ ഭക്തിയാദരവുകൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മറ്റെന്തിലേക്കും തിരിച്ചുവിടുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരം സാത്താൻ്റെ കറുത്ത കരങ്ങളാണ്. ഇപ്രകാരം വഞ്ചിക്കപ്പെടുന്നവർ അവർ അറിയാതെ തന്നെ സാത്താനെ ആരാധിക്കുന്നവരായിത്തീരുന്നു. അത്തരക്കാർ സാത്താനോടുകൂടെ നിത്യനരകത്തിൽ ചെന്നു ചേരുമെന്നാണ് ബൈബിളിൻ്റെ സാക്ഷ്യം, സത്യവചനമായ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ആരംഭവും അവസാനവുമില്ലാത്ത സർവശക്തനായ ദൈവത്തിന് അമ്മയുണ്ടാവുക സാധ്യമല്ല എന്ന വസ്തുത മനസ്സിലാക്കുവാൻ അസാമാന്യമായ ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ല. എന്നാൽ പിശാചിൻ്റെ പ്രോത്സാഹനമുള്ളതുകൊണ്ട് ദൈവത്തിന് അമ്മയുണ്ട് എന്ന നുണ ചിലർക്ക് വളരെ ആകർഷകമായി അനുഭവപ്പെടുന്നു. സർപ്പരൂപത്തിൽ മറഞ്ഞിരുന്ന ആദ്യ വഞ്ചന നടത്തിയ പിശാച് ഇന്ന് മറ്റ് പല രൂപങ്ങളിലും രീതികളിലും മറഞ്ഞിരുന്ന് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവിന് അമ്മയുണ്ടാകുക എന്നത് യുക്തിവിരുദ്ധവും അസാധ്യവും വചനവിരുദ്ധവുമാണ്. സൃഷ്ടാവായ ദൈവത്തിന് ആരംഭവും അവസാനവുമില്ല. എന്നാൽ മറിയമാകട്ടെ ജനിക്കുകയും ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ മരിക്കുകയും ചെയ്തു. മറിയത്തിൻ്റെ ജനനത്തിന് മുമ്പ് മറിയം എന്ന വ്യക്തിക്ക് അസ്തിത്വമില്ലായിരുന്നു. എന്നാൽ മറിയത്തിലൂടെ ജനിക്കുന്നതിന് മുമ്പും ദൈവപുത്രനായ യേശു എന്ന വ്യക്തിക്ക് അസ്തിത്വമുണ്ടായിരുന്നു. അവൻ ദൈവപുത്രനായിട്ടിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ യേശു മറിയത്തിന് മാത്രമല്ല അബ്രഹാമിന് പോലും മുമ്പെയുള്ളവനാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യേശു എല്ലാറ്റിനും മുമ്പുള്ളവനാണ് എന്ന് കൊളോസി ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യരൂപത്തിൻ്റെ അമ്മയാണ് മറിയം. എന്നാൽ പിതാവായ ദൈവമാണ് യേശുവിൻ്റെ മനുഷ്യ ശരീരം സജ്ജമാക്കിയത് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നാം ഒരാളെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ നാം ആ ആളെ ദൈവത്തിന് മുമ്പേയുള്ള ഒരാളായി കണക്കാക്കുകയും അങ്ങനെ ആ ആളെ ദൈവമാക്കുകയും ചെയ്യുന്നു. മറിയം സൃഷ്ടാവിൻ്റെ അമ്മയാകണമെങ്കിൽ മറിയം ആരംഭവും അവസാനവുമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന് മുമ്പേ ഉണ്ടായിരിക്കണമായിരുന്നു. അതൊരു വൈരുദ്ധ്യമാണ്. അതായത് മറിയത്തെ സൃഷ്ടാവിൻ്റെ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ മറിയം യേശുവിന് മുമ്പേ ഉണ്ടായിരിക്കണമായിരുന്നു. എന്നാൽ അബ്രഹാമിന് മുമ്പുള്ളവനും എല്ലാറ്റിനും മുമ്പുള്ളവനുമായ യേശുവിന് മുമ്പേ മറിയം ഉണ്ടായിരുന്നില്ല എന്ന് നാം ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ബൈബിളിലെ മറിയം സ്വയം വിശേഷിപ്പിച്ചത് സൃഷ്ടാവിൻ്റെ മാതാവ് എന്നല്ല, കർത്താവിൻ്റെ ദാസി എന്നാണ്.
അതുകൊണ്ട് മറിയത്തെ സൃഷ്ടാവിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത് ദൈവവചന വിരുദ്ധവും അസത്യവാദവുമാണ്. മറിയം ദൈവത്തിൻ്റെ മാതാവാകണമെങ്കിൽ മറിയത്തിൻ്റെ അമ്മ ദൈവത്തിൻ്റെ വലിയമ്മയാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിന് ഇപ്രകാരം ബന്ധുക്കളുണ്ടെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നത് ദൈവദൂഷണപരമാണ്. സൂക്ഷിക്കുക. ദൈവത്തെ നിയന്ത്രിക്കാനും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ദൈവത്തെ ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്ന ദുഷ്ടഹൃദയത്തിൽ നിന്നാണ് മറിയം ദൈവമാതാവാണ് എന്ന രീതിയിലുള്ള ദൈവദൂഷണപരമായ ദൈവശാസ്ത്രങ്ങൾ, മരിയ ശാസ്ത്രങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ ഉത്ഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മറിയത്തെ ദൈവത്തെ പോലെ ആക്കുന്നത് അപ്പസ്തോലിക പാരമ്പര്യമല്ല, വെറും കത്തോലിക്ക പാരമ്പര്യങ്ങൾ മാത്രമാണ്. ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം അപ്പസ്തോലന്മാരുടെ കാലത്തെ ആദിമസഭയിൽ ഒരു സാധാരണ വ്യക്തി മാത്രമായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ മറിയം മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതായി നാം ബൈബിളിൽ കാണുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തികളിൽ കാണുന്നുണ്ട്. അല്ലാതെ മറ്റുള്ളവർ മറിയത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല. മറിയത്തിന് ആദിമസഭയിൽ പ്രത്യേകമായ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. സഭയെ നയിച്ചത് മറിയമല്ല, അപ്പസ്തോലന്മാരായിരുന്നു. ആ അപ്പസ്തോലന്മാർ മറിയത്തോട് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പത്രോസും യോഹന്നാനും പൗലോസും യാക്കോബും ആരും അവരുടെ ലേഖനങ്ങളിൽ മറിയത്തെപ്പറ്റി ഒരു പ്രാവശ്യം പോലും പരാമർശിച്ചിട്ട് പോലുമില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് യേശുവിൻ്റേതല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പസ്തോലന്മാർ അപ്പസ്തോല പ്രവർത്തികളിൽ പ്രഖ്യാപിച്ചത്. അതവർ ആഴമായി വിശ്വസിച്ചു. അവരോട് മറിയം തന്നെ ആരാധിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ തന്നോട് പ്രാർത്ഥിക്കണമെന്നോ കൊന്ത ചെല്ലണമെന്നോ തൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പൂക്കളിട്ട് തിരികത്തിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും മറിയത്തെ വണങ്ങുകയോ മറിയത്തോട് പ്രാർത്ഥിക്കുകയോ ചെയ്തുവെന്നതിന് യാതൊരു തെളിവും ബൈബിളിൽ കാണുന്നില്ല. അതെല്ലാം പിൽക്കാലത്തുണ്ടായ ദൈവിക വിരുദ്ധമായ പ്രതിഭാസങ്ങളാണ്, ദൈവവചന വിരുദ്ധമായ പാരമ്പര്യങ്ങളാണ്. പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവത്തെയും ദൈവവചനത്തെയും നിഷേധിക്കുന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണ് നാം ഈ കാണുന്നതൊക്കെ. ഇന്നത്തെ കത്തോലിക്ക സഭാ പാരമ്പര്യങ്ങളിൽ മറിയത്തിന് കൊടുക്കുന്ന സ്ഥാനം തികച്ചും ദൈവവചന വിരുദ്ധവും പുതിയ നിയമത്തിലെ അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽ ഇല്ലാത്തതുമാണ്. ഇതെല്ലാം കത്തോലിക്ക സഭ കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത മാനുഷിക സമ്പ്രദായങ്ങളാണ്. ഉദാഹരണമായി ചില കത്തോലിക്ക പാരമ്പര്യങ്ങളെ നമുക്ക് പരിശോധിക്കാം. AD 431 എഫെസോസിൽ നടന്ന സൂനഹദോസിൽ വെച്ച് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ച് മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. AD 600 മറിയം, മാലാഹമാർ, മരിച്ച വിശുദ്ധന്മാർ എന്നിവരോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. AD 995 മരിച്ച വിശുദ്ധരെ പുണ്യവാളന്മാരായി പ്രഖ്യാപിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു. AD 1545 ട്രെൻറ്റ് സൂനഹദോസിൽ വെച്ച് പാരമ്പര്യത്തിന് ബൈബിളിന് തുല്യമായ ആധികാരികതയുണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. AD 1546 ട്രെൻറ്റ് സൂനഹദോസിൽ വെച്ച് അപ്പോക്രിഫ അല്ലെങ്കിൽ തള്ളപ്പെട്ട പുസ്തകങ്ങൾ ബൈബിളിനോട് കൂട്ടിച്ചേർത്തു. AD 1854 മാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പിയൂസ് 9 പ്രഖ്യാപിച്ചു. AD 1870 ധാർമ്മികവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്കുള്ള തെറ്റാവരം 1-ാം വത്തിക്കാൻ സൂനഹദോസ് പ്രഖ്യാപിച്ചു. AD 1950 മാതാവിൻ്റെ ഉടലോടെയുള്ള സ്വർഗാരോഹണം വിശ്വാസ സത്യമായി പിയൂസ് 12 പ്രഖ്യാപിച്ചു. AD 1965 മറിയത്തെ സഭാ മാതാവായി പോൾ 6 പ്രഖ്യാപിച്ചു. AD 1996 പരിണാമ സിദ്ധാന്തം തെറ്റല്ലെന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. AD 2000 മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ വിശ്വാസങ്ങളെല്ലാം ക്രിസ്തുവിനു ശേഷം അനേകം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിലവിൽ വന്നതാണെന്ന് നാം ഓർക്കണം. ഇതിലൂടെയെല്ലാം മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങൾ അഥവാ മനുഷ്യൻ്റെ ഭാവനകളും കൽപ്പനകളും ദൈവീക കൽപ്പനകൾ എന്ന പോലെ
പഠിപ്പിക്കുകയും പ്രസ്ഥാനവൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റി. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. പ്രസ്ഥാനപരമായ, തന്ത്രപരമായ, വളരെ ശക്തമായ ദൈവത്തിനെതിരെയുള്ള, ദൈവവചന സത്യങ്ങൾക്കെതിരെയുള്ള വളരെ സംഘടിതമായ ഒരു നീക്കമാണ്, ഒഴുക്കാണ്. അനേകർ അതിൽ മുങ്ങിപ്പോകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.